പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ചിന്തിക്കുന്ന വചനം ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിലെ 17-ാം വാക്യമാണ്. അവിടെ ദൈവമായ കർത്താവ് ഇപ്രകാരം ചോദിക്കുകയാണ്: യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ? ഇസ്രായേൽ ജനത്തോട് ജെറമ്യാ പ്രവാചകനിലൂടെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടി വന്നത്? ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനതയെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു, ധാരാളം അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിച്ച ഈ ജനത ദൈവത്തോട് മറുതലിച്ച് അന്യ ദൈവങ്ങളുടെ പുറകെ പോകുന്നു, അനുസരണക്കേട് കാണിക്കുന്നു, ദൈവകൽപ്പനകൾ ലംഘിക്കുന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് അവർ തന്നെ സ്വയം കഷ്ടപ്പാടുകൾ വരുത്തി വയ്ക്കുന്നു. ശത്രുക്കളുടെ ആക്രമണം, നാടുകടത്തൽ, ഇങ്ങനെ പല രീതിയിൽ ഈ ജനത ദുരിതം അനുഭവിക്കുന്നു. അപ്പോഴാണ്, ഈ അവസ്ഥയിലാണ് ദൈവം ചോദിക്കുന്നത്: ഇത് യാത്രയിൽ നിങ്ങളെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുന്നത് വഴി സ്വയം വരുത്തി വെച്ചതല്ലേ? ഇന്ന് ഈ ചോദ്യം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാകുന്നത്? നാമും പലപ്പോഴും ദൈവകൽപ്പനകൾ മറന്നും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മറന്നും ആത്മീയ ഉപദേശങ്ങൾ അവഗണിച്ചും നമുക്കിഷ്ടമുള്ള വഴിയെ ദൈവത്തിൻ്റെ കരം വിട്ട് എതിർദിശയിൽ പോകുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി ഉണ്ടായേക്കാം. അവിടേക്ക് ഈ വചനം ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുവാൻ വേണ്ടി ഈ ദൈവവചനം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വചനം ഒരു കുറ്റപ്പെടുത്തലല്ല, പകരം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ, ദൈവത്തെ മറക്കാതെ, ദൈവം തന്ന അനുഗ്രഹങ്ങൾ മറക്കാതെ അവിടുത്തെ സ്തുതിച്ച് ജീവിതം നയിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോയമ്പ് കാലത്ത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരാം. നമ്മെ നയിച്ച കർത്താവ്, നമ്മെ അനുഗ്രഹിച്ച കർത്താവ്, ആ ദൈവത്തെ നന്ദിയോടെ, ആ ദൈവത്തെ ആരാധനയോടെ നമുക്ക് സമീപിക്കാം. ദൈവത്തിന് നന്ദി പറയാം. അകന്നു പോയിട്ടുണ്ടെങ്കിൽ, കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, അനുസരണക്കേടോടുകൂടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മാപ്പ് ചോദിക്കാം. എന്നിട്ട് ദൈവസന്നിധിയിലായിരിക്കാം. ഇതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ശത്രുവിൻ്റെ ആക്രമണങ്ങളും എല്ലാം നമ്മുടെ തന്നെ പ്രവൃത്തി കൊണ്ട് നാം സ്വയം വരുത്തി വെക്കുന്ന ഒരവസ്ഥയുണ്ടാകും. ഇങ്ങനെ ദൈവം നമ്മളോട് ഒരു ചോദ്യം ചോദിക്കാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവിനെ നീ മറന്നതുവഴി നീ ഇവയെല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ എന്നൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തെ മറന്ന് സ്വയം വരുത്തി വയ്ക്കാതെ നന്ദിയുള്ളവരായിരിക്കാം. ദൈവത്തെ ദൈവമായി കണ്ട് ആരാധിച്ച് നന്ദിയുള്ളൊരു ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. പാപങ്ങളെക്കുറിച്ച് അനുദപിക്കാം. 10 ഇരട്ടി തീഷ്ണതയോടെ, ഈ നോയമ്പ് കാലത്ത് 10 ഇരട്ടി തീഷ്ണതയോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. ഇതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവിനാൽ നാം എല്ലാവരും നിറയട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം മറ്റുള്ളവരുമായി പങ്കുവെച്ച് വചനശക്തി ശുശ്രൂഷയെ ശക്തിപ്പെടുത്തണമെന്ന് നിങ്ങളെല്ലാവരോടും പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.